അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് പുത്തിരിയെടുക്കും, ചട്ടഞ്ചാൽ പുത്തിരിയെടുക്കും. ഈ സ്ഥലം ഇത് ഇബ്രാഹിന്റെ ഒരു പിറക്കം വേണ്ടിയിട്ടാണ് ഇതിന്റെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. അവന്റെ കുഞ്ഞിക്ക് സുഖമില്ല, കുറേ പൈസ അവൻ ചെലവായി. അപ്പോൾ ഇപ്പോൾ 2 ബെഡ്റൂമിന്റെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എല്ലാവരും നിങ്ങൾ സഹായിക്കണം. ഇതിന് ആർക്കും ഇതാക്കണ്ട. ഇതിനെ 10-25 പേർക്ക് ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു പാവങ്ങളെ വിചാരിച്ചിട്ട് 3.5 സെന്റ് ജാഗ കൊടുത്തിട്ട് 25 പേരെ കെട്ടാനുള്ള ജാഗ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇബ്രാഹിന്റെ ജാഗയായി. അപ്പൊ ഇതിനെ ഉത്സാഹിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇതിനെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. ചട്ടഞ്ചാല് പുത്തിരെടുക്കാണ്. ജമാത്തിൽപ്പെട്ട ഇബ്രാഹിം എന്ന ഈ പൊന്നുമോന്റെ കുഞ്ഞിക്ക് സുഖമില്ലാതെ ഒരുപാട് പൈസ ചെലവായി. ഓനിങ്ങനെ എന്തെല്ലാമായിട്ട് കഷ്ടത്തിൽ കുറെ ബേജാറിലുള്ളത്. ഓൻ കൂലിപ്പണി എടുക്കുന്നവനാണ്. അപ്പൊ ഓനക്ക് പിന്നെ ഇപ്പൊ ഒരു 3 സെന്റ് ജാഗ നാട്ടുകാരായ ഒരാൾ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച. അപ്പോൾ ഓനക്കൊരു പുരന്റെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പുരയാണ് വലിയ വിഷമത്തിലുള്ളത്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നു. അപ്പൊ എല്ലാരും കൂടി ഈ ഇബ്രാഹിമിനെ നിങ്ങൾ സഹായിക്കണം. ഇപ്പൊ ജമാഅത്താർ നിങ്ങൾ സംസാരിക്കും. പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം ജോലി ഉസ്താദെല്ലാം നിങ്ങളോട് സംസാരിക്കും. ഓക്കെ. അസ്സലാമലൈക്കും. നമ്മുടെ എം ടി മുഹമ്മദ് പറഞ്ഞതുപോലെ, ഉസ്താദ് പറഞ്ഞ പോലെ വളരെ സാമ്പത്തികമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം. പറഞ്ഞ പോലെ കുട്ടിക്ക് ഒരുപാട് ചെലവായി. ഇപ്പൊ ഒരു പരന്റെ ഒരു ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പൊ തീരെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഇബ്രാഹിം സഹായിക്കാൻ എല്ലാവരും മുന്നിട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എട്ടി വമ്മച്ച പറഞ്ഞ പോലെ നമ്മുടെ ചട്ടഞ്ചാൽ ഇത്തിരിയെടുക്ക മഹലിൽപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് നിലവിലൊരു വീടില്ല, പകരം സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നല്ല നിലയിൽ ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തിന് വേണ്ട രൂപത്തിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. നമ്മളെ ഇബ്രാഹിന്റെ കുഞ്ഞി 1.5 വയസ്സായി. ഈ കുഞ്ഞിന്റെ ചങ്ക് നിൽക്കുന്നില്ല, ചങ്ക് സ്റ്റോപ്പില്ല. എത്രയോ മരുന്നെടുത്തിന് ഒരുപാട് ഓരോ ജീവിതത്തിൽ ഒരുപാട് നയിച്ചതാക്കിയതെല്ലാം പിറ്റി പൊടിച്ചിട്ട് പഴയ ഇതാക്കിന്. എന്ത് ഓർക്ക് ഒരു ഉപകാരം കിട്ടിയില്ല. എന്തിനു പൈസ വേണമല്ലോ, ഞാൻ നയിക്കാൻ പോണോ ഇല്ല ഈ കുഞ്ഞിന്റെ പയ്യ നിൽക്കുന്ന. അപ്പൊ നിങ്ങൾ കഥ നിങ്ങൾ പറഞ്ഞോ. നമ്മൾ ചട്ടഞ്ചാലിൽ ക്വാർട്ടേഴ്സിലുണ്ടത് 5-6 കൊല്ലമായി ക്വാർട്ടേഴ്സില്. ഇതെന്റെ 2ാമത്തെ പെണ്ണ് കുഞ്ഞാണിത്. പ്രസവത്തില് തലക്ക് ബ്ലീഡിംഗ് ആയിട്ട് തലച്ചോറ് ഡാമേജ് ആയിട്ട് പോയി. അപ്പൊ എല്ലാ ഡോക്ടർ കൈ അളിച്ചതാണ്. നമ്മളെല്ലാം ഇതെല്ലാം വിറ്റിട്ട് കുഞ്ഞിനെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടായി. എന്ത് നമ്മളെ കയ്യിലൊന്നും ഇല്ല. അപ്പൊ വിൽക്കാനൊരു വീട് പോലും ഇല്ല. ബേജാറിലുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി സഹായിക്കാൻ വേണ്ടി. അപ്പോ ഇവനെ പറഞ്ഞ എന്റെ കാര്യം ജമാഅത്താരോട് പറയിച്ച്. കാരണം ആരും ഒരു അറിയാത്ത ആളായിപ്പോണ്ടായിട്ട്. അപ്പൊ ജോറ് ക്വാർട്ടേഴ്സിൽ നിന്നിട്ട് ഈ കുഞ്ഞി കൊണ്ട് മരുന്നാക്കുന്ന, ആര് കൊടുക്കുന്ന മരുന്നാക്കുന്ന, ഓരം തുന്ന, ഇവൻ കൂലിപ്പണി എടുക്കുന്ന കല്ലിന്റെ പണി. വീട്ടിലേക്ക് കിട്ടുന്നിട്ട് കല്ലിന് മുകളിൽ താഴെ മുകളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ നയിച്ചിട്ട് ജീവിക്കുന്നു. പാലക്കാരനല്ല, ഒരു ജീവിതം വേണ്ട. അപ്പൊ എല്ലാവരും മക്കളൊന്നും എല്ലാവരും സഹായിക്കും. എവിടെയും പോയില്ല. നല്ല ഒരു മാസം, ഈ 3 മാസം നല്ല മാസം. ജകാത്തിന്റെ ഉണ്ട്. ജകാത്തിന്റെ പിന്നെ യോറെ അക്കൗണ്ട് നമ്പർ ആക്കാം. എല്ലാം ഗൂഗിൾ പേ ആക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കൈനാളെല്ലാം സഹായിക്കും മക്കളെ. ഇതെല്ലാം വീണ്ടും കിട്ടുന്ന കൂലിയാണ്. അല്ല വലിയ വലിയ ആഫത്തിനെ ഉള്ള രക്ഷപ്പെടുത്തും. പറഞ്ഞ് മനസ്സിലായ വലിയ അപകടം വരുന്നത്, പെട്ടെന്നുള്ള മരണത്തൊട്ട് വലിയ രോഗത്തിനെല്ലാം സിപ്പാക്കി തരും. അല്ല എല്ലാവരും കൂടി നമ്മൾ സഹായിക്കും. ഇൻഷാ അല്ലാഹ്. കാസർഗോഡ് എം ടി മുഹമ്മദ്.